എല്ലാവർക്കും ശിങ്കാൻവിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ട്ടാ. അപ്പോൾ അതെ ഇന്നത്തെ റെസിപ്പി ഞങ്ങൾ തൃശ്ശൂർക്കാരുടെ ഒരു പരിപ്പ് കുത്തിക്കാച്ചിയതാണ്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമ്മുടെ ചോറിൻ്റെ കൂടെ ഇതേപോലെയൊക്കെ ഒന്ന് ഒഴിച്ച് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ട്ടാ. മാത്രമല്ല ഇതിൻ്റെ കൂടെ ഞാൻ ആ സൈഡിൽ വെച്ചിട്ടുള്ള ഒരു ഉണക്കമീനും അതുപോലെ തന്നെ നമ്മുടെ വെണ്ടയ്ക്ക ഉപ്പേരിയും ചെറിയൊരു അച്ചാറിൻ്റെ കഷ്ണമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു കറി കൂട്ടി കഴിക്കാൻ ഒരു അപാര ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത് കഴിച്ചുള്ളവർക്കൊക്കെ വായയിൽ ഇപ്പോൾ വെള്ളം വരുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു സിമ്പിൾ റെസിപ്പി നമുക്ക് വളരെ എളുപ്പത്തിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. മാത്രമല്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ ദേ ഇതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ 3/4 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് കഴുകി ക്ലീൻ ആക്കി എടുക്കണം. അങ്ങനെ പരിപ്പൊക്കെ ഇവിടെ കഴുകി നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു കുക്കറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ കുക്കറിൽ നമ്മൾ ഒരു 4 വിസിലൊക്കെ മതി. പരിപ്പ് നന്നായിട്ട് തന്നെ വെന്ത് റെഡി ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇനി ഉണ്ടല്ലോ വെള്ളം ഒരു 2.5 കപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉപ്പ് ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാട്ടോ. ഇനി ഉണ്ടല്ലോ ഒരു 6 ചെറുള്ളിയും അതുപോലെ തന്നെ ഒരു 5 വെളുത്തുള്ളി. ഇപ്പം ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ. പിന്നെ നമ്മുടെ പരിപ്പ് ഇവിടെ നന്നായിട്ട് തന്നെ വെന്ത് നല്ലൊരു പരുവായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു തവി വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അതിനൊന്ന് ഇളക്കി ഒന്ന് നോക്കാം. അപ്പോൾ കറക്റ്റ് പാകമായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാനിത് ചട്ടിയിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ചട്ടി ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ട് അതിലേക്ക് ചെറുള്ളി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ചെറുള്ളിയുടെ ഒരു കളറൊക്കെ മാറി അതൊരു ഗോൾഡൻ ബ്രൗൺ ഈ ഒരു പരുവത്തിലാവും. അങ്ങനെ ആവണ സമയത്ത് ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉണ്ടല്ലോ ഇതിലേക്ക് നമ്മുടെ ചതച്ച മുളക് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. അത് ഇട്ട് കൊടുത്താൽ ഉണ്ടല്ലോ ഈ ഒരു പരിപ്പ് കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് അടിപൊളിയാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാനായിട്ട് ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ ടേസ്റ്റിൻ്റെ ഒരു ഹൈലൈറ്റ്. അങ്ങനെ ഇതൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ അപ്പം നമ്മൾ എല്ലാ പരിപ്പും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ആ എല്ലാ ഇൻഗ്രീഡിയൻ്റ് ആ പരിപ്പുമ്മയും കൂടി ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇപ്പോൾ ഇത് നല്ലോണം കുറുകിയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതിൽ ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പം ഒന്ന് ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. ഇനി ഇതിൻ്റെ നമ്മൾ ചാറായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിലേക്ക് വെള്ളം ഒരു 3/4 കപ്പ് നമ്മൾ ഈ കപ്പ് കൊണ്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഇത് ജസ്റ്റ് ഒന്ന് തിളയ്ക്കണം. ആ തിള വന്നതോടുകൂടി നമുക്കത് ഓഫ് ചെയ്ത് വെക്കാം. പിന്നെ ഇത് ഈ ഒരു പരുവത്തിൽ തന്നെ നന്നായിട്ട് തന്നെ കുറുകിയിരുന്നോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു റെസിപ്പിയാണ് അല്ലേ. അങ്ങനെ ഇതിൻ്റെ തിളയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇത്രയും തിള വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു. ഇനി കുറച്ച് കറിവേപ്പില ജസ്റ്റ് അതിൻ്റെ മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന തൃശ്ശൂർ സ്റ്റൈലിലുള്ളൊരു പരിപ്പ് കുത്തിക്കാച്ചിയാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. പിന്നെ ഒരു ഉണക്കമീനും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് പറയില്ലേ സൂപ്പർ എന്ന് പറയില്ലേ. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കുറച്ച് ഉണക്കമീനും അതുപോലെ തന്നെ അച്ചാറും ചെറിയൊരു മെഴുക്ക് വരട്ടിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഊണും കൂടി. അപ്പം നിങ്ങളും ട്രൈ ചെയ്യുക. ഇതേപോലെ നല്ല ടേസ്റ്റി ആയിരിക്കും. നമുക്ക് ചോറ് പോണ വഴി അറിയും കൂടി ഇല്ല കേട്ടോ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.